നമസ്കാരം. 2 ദിവസമായിട്ട് കേൾക്കുന്നൊരു വാർത്തയാണ്. ഒരു തിരുവല്ലയിലുള്ളൊരു മഠത്തിലെ കന്യാസ്ത്രീ മഠത്തിലെ ഒരു സിസ്റ്റർ അവർ കിണറ്റിൽ വീണ് കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്ത. പലരും കളിയാക്കിയിട്ട് പറഞ്ഞു കോൺവെൻറ്റ്, കന്യാസ്ത്രീ, കിണർ മൂന്നും കായിൽ തുടങ്ങുന്നു. കോ കാ ഹി എന്ന് പറഞ്ഞിട്ട് എവിടെയത് കണ്ടു. ഇതിങ്ങനെ ചേർത്ത് കളിയാക്കുന്ന രീതിയിൽ കോൺവെൻറ്റ്, കന്യാസ്ത്രീ, കിണർ ഇതിപ്പോൾ പലയിടത്തും സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് കളിയാക്കലാണെങ്കിൽ പോലും അതിനകത്ത് കാര്യമില്ല എന്ന് പറഞ്ഞുകൂടാ. എന്താണ് വാസ്തവത്തിൽ ഈ സന്യസ്തർക്ക് സംഭവിക്കുന്നത്? സന്യസ്ത വർഗം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ട് അതിന് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉള്ളത് ക്രിസ്ത്യൻ മതത്തിലാണ്, അതുപോലെ തന്നെ ഹിന്ദു മതത്തിലാണ്. ഇങ്ങനെയുള്ള സന്യാസ മഠങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും ഒരിക്കൽ പോലും ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല, ഓസ്പീഷ്യസ് ആയിട്ടുള്ള വാർത്തകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സന്യസ്തർക്ക് എന്താണ് സംഭവിക്കുന്നത്? വാസ്തവത്തിൽ സന്യാസ മഠങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, അഭയുടെ കേസ് കൊലക്കേസാണോ, ആത്മഹത്യയാണോ, സ്വാഭാവിക മരണമാണോ, അത് തെളിയിച്ചിട്ടൊന്നുമില്ല. അത് ഒരിക്കൽ അന്വേഷിച്ച ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ കേസ് തെളിയും. അത് തെളിയാൻ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ദൈവം വന്ന് പറയണം ഇന്നതാ സംഭവിച്ചതെന്ന്. 2ാമത് അഭയ വന്ന് പറയണം ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. വേറെ ഒരു മാർഗവുമില്ല. ആ കേസ് അങ്ങനെ ആക്കി കളഞ്ഞു. ഇന്നും അത് ദുരൂഹമായിട്ട് തുടരുകയാണ്. ഇപ്പോൾ വീണ്ടും ദിവ്യ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ദിവ്യ, അവരും ഇതേപോലെ തന്നെ അവർ കിണറിൽ നിന്നാണ് അവരുടെ ശവം കണ്ടെടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ പോലീസ് എൻക്വയറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അതോ സ്വാഭാവിക മരണമാണോ? ഏതായാലും അതിൽ ഒരു ദുരൂഹത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നോക്കിക്കാണുന്ന രീതി അതെല്ലാവർക്കും മനസ്സിലായല്ലോ. പണ്ടേക്ക് വീട്ടിലുള്ള സിസ്റ്ററിൻ്റെ പറഞ്ഞ വലിയൊരു അന്തസ്സാണത്, അതൊക്കെ മാറി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? ഇപ്പോൾ ഈ സംഭവിച്ചതിൻ്റെ കാരണം ഒരു മുൻവിധിയോടുകൂടി അഭയെ നിങ്ങൾ ഒന്നില്ലേ, ദിവ്യയെ നിങ്ങൾ എന്നൊക്കെയും പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം അത് കോടതിയിൽ, പോലീസിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഇതിനകത്ത് എന്തോ ഒരു സുഖകരമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്, ഒരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളതെന്ന് സത്യമാണ്. അതാണ് നമ്മൾ അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സന്യാസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, റിനൗൺസിയേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് ത്യാഗമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ സമ്യക്ന്യാസം, അങ്ങനെയാണ് പറയുക. സർവസംഘ പരിത്യാഗം, കാമ്യാനാം കർമ്മണാന്യാസം, സന്യാസം കവയോ വിദുഹു എന്നൊക്കെ ഗീതയിലും പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തുള്ള വിരക്തി വന്ന് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കൂട്ടത്തിലുള്ള അങ്ങനെ ശരീരം മാത്രമാണ്. ആ ശരീരത്തെ പോലും അങ്ങനെ പറയുന്നത് എൻ്റെ ഒരു സാധനം എന്നുള്ള രീതിയിൽ, ഞാനാണ് സബ്ജക്റ്റ്, ഇതൊരു ഓബ്ജക്റ്റ് മാത്രമാണ്. അതിന് മരണം വരെ ഇതെൻ്റെ പ്രാരാബ്ധമായിട്ട് ഈ സാധനത്തിന് കെട്ടിച്ചോന്നുകൊണ്ട് നടക്കുന്നു, ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് വാസ്തവത്തിൽ സന്യാസിമാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞുകൂടുന്നത്, നമ്മൾ സന്യാസ ആശ്രമം എന്ന് പറയും. ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ കെട്ടിടങ്ങളും കാറുകളും ബസ്സുകളും അതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരു മഠാധിപതി, ആ മഠാധിപതിയുടെ പ്രധാന രീതി എന്താ വെച്ചാൽ കാലും അങ്ങനെ ക്യാൻവസ് ഷൂസ് ചെയ്തിരിക്കണം, അതിൻ്റെ വില കൂടിയത്, അതിൻ്റെ ഉള്ളിൽ ഷോക്സ് ധരിക്കും. ഇത്രയ്ക്കായ മഠാധിപതിയെ, ബാക്കിയുള്ളവരെ അത് പാടില്ല. സഞ്ചരിക്കുന്ന മെർസൽസ്കാരനേക്കാൾ കുറഞ്ഞതാകാൻ പാടില്ല. ഇതൊക്കെ ആയിക്കഴിഞ്ഞു. ഒരുതരം സന്യാസ ഈഗോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞു. 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 5 കോഴ്സ് മീൽസ് കഴിച്ചാലും ഞാൻ ഭിക്ഷ കഴിക്കാന്നൊക്കെ അവർ പറയാതെ പോട്ടെ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരിമൂല നിവാസികളാണ്. അവരാശ്രമം അതാണ്. തരിമൂലം എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള കൊട്ടാരമാണത്. 100 അടി 150 അടിക്ക് ഉയരമുള്ള പരന്ന് കിടക്കുന്ന ഒരു കൊട്ടാരം. എന്താ മനസ്സിലായോ? വല്ല ആൽമരവും അത്രയേ ഉള്ളൂ. അതിൻ്റെ താഴത്തെ വേരുമ്പിൻ തല വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങും. അതാണ് തരുമൂല നിവാസി എന്ന് പറഞ്ഞാൽ തരുഞ്ഞ വൃക്ഷം. പിന്നെ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ? കൗപീനവന്തഹ, അവർക്കൊരു കോണം മാത്രമേ ഉള്ളൂ. അവിടെ ആരുടെയും പിന്നെ വഴി കൂടെ പോകുമ്പോൾ വല്ല പച്ചപ്പുല്ല് കണ്ടു കഴിഞ്ഞാൽ കൂമ്പ് കണ്ട തിന്നും, വല്ല ഫലമൂലാദികൾ കിട്ടിയാൽ വല്ലതും ദക്ഷിണ കൊടുത്താൽ അത് കഴിക്കും. അവരുടെ ലോകത്തിൽ അവർ വിഹരിക്കുന്നു. ഇതാണ് സന്യാസം.
അതിന് പ്രത്യേക രീതിയിൽ വസ്ത്രധാരണങ്ങളോ കാവ്യവസ്ത്രമോ രുദ്രാക്ഷമോ അങ്ങനെ ഒന്നുമില്ല. അതൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് എന്നർത്ഥം. തീർത്തും വ്യക്തിപരമാണ്, അത് ആന്തരികമാണ്. പക്ഷെ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത്, ജനങ്ങൾ സന്യാസി എന്ന് പറയുന്നതും ജനങ്ങൾ സന്യാസാശ്രമം എന്ന് പറയുന്നതും ജനങ്ങൾ സന്യാസം എന്ന് പറയുന്നതും റിയലി മിഷണറി വ്യവസ്ഥയാണ്. വാസ്തവത്തിൽ മിഷണറി വ്യവസ്ഥ തങ്ങളുടേതായിട്ടുള്ള പ്രമാണങ്ങളെ ഏറ്റുവാങ്ങുകയും ഏൽപ്പിച്ച്, അതായത് സ്പ്രെഡ് ചെയ്യുന്ന ഡിസിമിനേഷൻ പ്രോഗ്രാം, ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനവൽക്കരണം നടത്തുകയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. അങ്ങനെ വരുന്ന സമയത്ത് കയറി വരുന്ന ചില സാധനങ്ങളുണ്ട്. അവിടെ അത്തരം രംഗങ്ങളിൽ കയറി വരുന്നത് പുറത്തുനിന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈശ്വരനിലേക്കുള്ള വഴിയും മാർഗവും അത് തെര്യപ്പെടുത്തുന്നതാണ് ആശ്രമങ്ങൾ. അത് തെര്യപ്പെടുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ളതാണ് സന്യസ്തരുടെ വഴി, സന്യാസത്തിൻ്റെ വഴി എന്നെല്ലാം കരുതിയിട്ട് അവർ കയറി വരുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും ഹിന്ദു സമൂഹത്തിലാണെങ്കിലും കയറി വരുന്നത് അങ്ങനെയാണ്. ട്രൂ സീക്കേഴ്സ് എന്ന് പറയും, ഈശ്വര അന്വേഷകർ. അതാണ് റിയൽ സന്യാസം. അവരാണ് പിന്നീട് ഇങ്ങനെ സർവസ്വവും എല്ലാം തന്നെ വേണ്ടതെന്ന് വെച്ച് പിന്തിരിഞ്ഞു നോക്കുന്നത് വടക്കോട്ട് നടക്കുന്നത് അങ്ങനെ. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതങ്ങനെയല്ല. ഇന്ന് മിഷണറി സമ്പ്രദായമാണുള്ളത്. ഇന്ന് കാണുന്ന കാവ്യവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ വാസ്തവത്തിൽ അവർ തന്നെ മറച്ചു വെക്കുകയാണ്. ഞാൻ അറിഞ്ഞോടത്തോളം, അറിയാഞ്ഞിട്ടില്ല. അത് സന്യാസിമാരല്ല, അവർ ദശനാമികൾ എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യർക്ക് ശേഷം ഉണ്ടായ ഒരു സമ്പ്രദായമാണ് ദശനാമി സമ്പ്രദായം. ബുദ്ധമതവും അതുപോലെ തന്നെ ജൈനമതവും അതുപോലെ കാപാലികരുടെ മതവും ചാർവാകന്മാരുടെ മതവും ഒക്കെ ഈ വേദങ്ങൾ, വൈദിക മതത്തെ വന്ന് മൂടാൻ ശ്രമിച്ച സമയത്ത് ഒരു ഫുൾ ടൈം വർക്കേഴ്സിന് സൃഷ്ടിച്ചു വെച്ചതാണ് ദശനാമി എന്ന് പറഞ്ഞാൽ. അതാണ് അത് വർത്തമാനം പറഞ്ഞുകൊണ്ട്, അതായത് ഈ വേദവേദാന്തങ്ങൾ ഏറ്റുവാങ്ങുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും പ്രക്രിയ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിൽ അവർ സരസ്വതി തീർത്ഥങ്ങൾ സഞ്ചരിച്ചിട്ട് ഈ കാര്യം പ്രചരിപ്പിക്കുകയാണെങ്കിൽ തീർത്ഥ, വനങ്ങളിൽ തപസ്സിരുന്നു കൊണ്ടാണെങ്കിൽ വനം, സാഗരം, പുരി, ഗിരി, എങ്ങനെ 10 രീതിയിലുള്ള സിസ്റ്റത്തിലൂടെ മുന്നേറുന്ന മിഷണറിമാരെ തീർത്തു വയ്ക്കുകയാണ് ചെയ്തത്. അതാണ് ശരിക്കും ദശനാമികളാണ്. നമ്മൾ കാണുന്ന കാവ്യവസ്ത്രാരി, ഞാനടക്കമുള്ള ആളുകൾ ദശനാമികളാണ് വാസ്തവത്തിൽ. പക്ഷേ ജനങ്ങളിങ്ങനെ സന്യാസി എന്ന് വിളിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ആളുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള നിയോഗമുണ്ട്. അവർക്ക് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അവർ പഠിപ്പിക്കേണ്ടതുണ്ട്, അവർ കൃത്യസ്ഥലങ്ങളിൽ വേണ്ടുന്ന സ്ഥലത്ത് നിയോഗിക്കുന്ന ആളുകളുണ്ട് അവിടെ. അപ്പോൾ അവിടെ വന്നു ചേരുന്ന എന്താ, അവിടെ വരുമ്പോൾ ഒരു ഫെഡറൽ സംവിധാനമാണ് വരുന്നത്. അയ്യോ, വൈയക്തികമായിട്ട് വിചാരങ്ങളുള്ള പ്രൊജക്ഷനല്ല, യഥാർത്ഥ സന്യാസമല്ല അവിടെ വരുന്നത്. അതായത് അവിടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് അങ്ങേയറ്റത്തിന് ആളുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരു മിലിറ്ററിയിലേക്ക് പോകുമ്പോൾ കമാൻഡർ ഇൻ ചീഫ് എന്ന് നമ്മൾ പറയാറുണ്ട്, CNC. അതിൻ്റെ താഴെയുള്ള ആൾക്കാർ കമാൻഡർമാർ, അതിൻ്റെ താഴെയുള്ള അങ്ങനെയുള്ള കേണൽമാരും അങ്ങനെയുള്ള ആൾക്കാർ താഴേക്കടവിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സംവിധാനമാണ് വാസ്തവത്തിൽ ആശ്രമങ്ങളിലും മഠങ്ങളിലും ഇപ്പം നിലകൊള്ളുന്നത്. ഇതിനു വേണ്ടിയിട്ടല്ല അവിടെ പോകുന്നത്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, ഈശ്വരനിലേക്കുള്ള ഗമനം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്താ കാലത്ത് എഴുന്നേൽക്കാഞ്ഞ് നിങ്ങളിങ്ങനെ പോയിട്ട് കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോകുക, നിങ്ങളിങ്ങനെയാണ് ഒരുമാരുടെ ഇതിങ്ങനെ ചീത്ത വിളി കേട്ടുകൊണ്ടിരിക്കുക. എല്ലാം ഡു ആൻഡ് ഡോൺസ് ആണ്. അത് പാടില്ല, ഇത് പാടുള്ളൂ, അത് പാടില്ല, ഇതേ പാടുള്ളൂ, ഇത് പാടില്ല, അതേ പാടുള്ളൂ എന്ന രീതിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടേക്ക് ആശ്രമങ്ങളിലേക്ക് ആൾക്കാർ കയറി ചെല്ലുന്നത്. അപ്പോൾ സ്വയം പദ്ധതിയുള്ള ആളുകൾക്ക് അവർ ചിന്തിക്കും. ആ സമയത്ത് വരുന്ന ഡിപ്രഷൻ, ആ സമയത്ത് വരുന്ന ഇവരുടെ സപ്രഷൻ പ്രോഗ്രാംസ്, അത് സ്വാഭാവികമാണത്. അവരടിച്ചമർത്താൻ ശ്രമിക്കും പ്രതികരിക്കുന്നവരെ. ഇവിടെ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ എന്ന പോലെ സർവവും അടിയറ വെച്ച് വിധേയപ്പെടാൻ വേണ്ടിയിട്ട്, ഈശ്വരന് വിധേയപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സ്ഥിതി എന്താ, അവിടുത്തെ മേലധികാരികൾക്കാണ് വിധേയപ്പെടേണ്ടത്, അവരുടെ ആജ്ഞകളാണ് സ്വീകരിക്കേണ്ടത്. അവർക്ക് അവരുടെ വിറകുവെട്ടികളും വെള്ളക്കോരികളായിട്ട് അവർ ജീവിക്കേണ്ടി വരുന്നത്. അവരിഷ്ടങ്ങൾ അനുസരിച്ച് നിന്നാൽ ഓക്കെ, അഥവാ ഇഷ്ടങ്ങൾ അനുസരിച്ചില്ലെങ്കിലോ നോട്ട് ഓക്കെ. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രഷറായി, ചീത്തവിളികളായി, അത് സ്വാഭാവികമാണ്. അവിടെ ഒരു അടിമ ഉടമ എന്ന സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മേധാവികൾ തങ്ങളുടെ കീഴാദികളെ ആജ്ഞാനുവർത്തികളായിട്ട് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുക? ആലോചിക്കുക. പിന്നെ എന്ത് ചെയ്യും? പിന്തിരിയാൻ മാർഗമില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. കാരണം വീട്ടുകാർക്ക് യാത്രയാക്കി, വലിയ സെറമണീസ്, വലിയ എൻ്റെ മകള് ഇവരെ നൊവിഷ്യേറ്റ് കഴിഞ്ഞു, ഇപ്പോൾ അവർ സന്യാസിനിയാവാൻ പോണു, അതിന് വലിയ കൊട്ടിഘോഷം, ആഘോഷം, വീട്ടിലെല്ലാവർക്കും സന്തോഷം, എൻ്റെ മകൾ സന്യാസിനിയായി എന്നുള്ള പറച്ചിൽ. ഇതെല്ലാം കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ ആ കുട്ടി വീട്ടിലേക്ക് മടങ്ങിയാത്ത സ്ഥിതി എന്തായിരിക്കും? അവരെ നാണം കെടുത്തതിന് തുല്യമായിരിക്കില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിവർഷൻ പ്രോഗ്രാം ദാറ്റ് ഈസ് ഹാർഡ്ലി പോസിബിൾ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് പ്രശ്നം.
മാത്രമല്ല ഈ പോകുന്ന കുട്ടികളുടെ വിചാരമുണ്ട് കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ് അവരെ കാണുന്ന സമയത്ത് ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നു, അവരെ കാണുന്ന സമയത്ത് അവരെ വന്ദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്നൊരു തോന്നലും അവർക്കുണ്ടാകുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അവിടെ മടങ്ങിയിട്ട് ഏതെങ്കിലും മറ്റേതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് സെയിൽസ്മാൻ്റെ ജോലി ചെയ്യാൻ പറ്റുമോ അവർക്ക്? അത് അവർക്കും പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലുള്ള തിക്കുമുട്ടലാണ് അവിടെ അനുഭവിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, സന്യസ്തരെ സമൂഹത്തിന് വേണ്ട എന്നുള്ളതാണ് ശരി. അതായത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുക്കളുടെ ആണെങ്കിലും സ്ഥിതി ഇതാണ്. സന്യസ്തരെ അവരവിടെ സന്യാസം സ്വീകരിച്ച് അവരവിടെ ബൈബിൾ പഠിച്ച് ഇപ്പുറത്ത് ഗീത പഠിച്ച് ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആർക്കും താല്പര്യമില്ല. ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. പണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ കൈ നിറച്ച് സ്തോത്രക്കാഴ്ച, ഇവരേക്കും വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അവരെ പിന്നാലെ നടക്കണം. എൻ്റെ മോളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ എൻ്റെ മോളുടെ മകൻ്റെ എന്തോ വിശേഷമാണ്, സിസ്റ്റർ വരണട്ടോ ഫാദർ വരണട്ടോ പറഞ്ഞ് കാർ അയച്ച് വിളിക്കാൻ. ഇതിനിപ്പോൾ അതിനൊക്കെ ആർക്കും താല്പര്യമില്ല എന്നുള്ള സത്യം. സന്യാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പരിപൂർണമായിട്ട് പാർശ്വവൽക്കരിച്ചു കഴിഞ്ഞു. എവിടെ കിട്ടിക്കഴിഞ്ഞാലും മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നൊരു തലയിൽ ചിലപ്പോൾ പിൻകഴുത്തിൽ രണ്ട് വെച്ചു കൊടുക്കുന്നൊരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്, ഇന്ത്യയിൽ മുഴുവനുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ 2 സന്യാസിമാരെ, കാവ്യവസ്ത്രധാരികളാണ്. ഒരാൾക്ക് 70 വയസ്സുണ്ട്. തല്ലിക്കൊല്ലാണ് ചെയ്യുന്നത്. തല്ലിക്കൊണ്ടിട്ട് വലിയ മുട്ടൻ വടി കൊണ്ട് തല തല്ലിപ്പൊളിക്കുക, വീണിട്ടും തല്ലിപ്പൊളിച്ച് മരണം ഉറപ്പുവരുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പുച്ഛവും പരിഹാസമാണ് ഉള്ളത്. സന്യാസിമാരുടെ ഒരു പുച്ഛവും പരിഹാസവും സന്യസ്ത ജീവിതത്തോട് സന്യസ്തരായിട്ടുള്ള ആളുകൾ, അത് ക്രിസ്ത്യൻ സന്യാസിമാരാകട്ടെ അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇൻഫർമേഷൻ കിട്ടിയവരാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. ഇന്നിപ്പോൾ മറ്റേ ഓപ്പൺ മീഡിയ സംവിധാനമുണ്ട്, അവിടെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ട എന്ന് പറയുന്നൊരവസ്ഥ. യൂറോപ്പിലേക്ക് പോയ പള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട, ആർക്കും വേണ്ട. ഈ അവസ്ഥ കേരളത്തിലും വന്നിട്ടുണ്ട്, ഇന്ത്യയിലും കേരളത്തിലേക്കും വന്നിട്ടുണ്ട്. സന്യാസിമാർ മുമ്പ് പറഞ്ഞ പോലെ ഹിന്ദുമതത്തിനകത്ത് നേരത്തെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. സന്യാസിമാരെ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ കാർക്കിച്ച് തുപ്പും, മുഖത്ത് കാർക്കിച്ച് തുപ്പും. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ വേറെ. അപ്പോൾ അതങ്ങനെയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ജീവിക്കാൻ എന്താ മാർഗം? ഇത്ര രംഗത്ത് വന്നു, അവർക്ക് മാമുണ്ട് ജീവിക്കണ്ടേ. ഉടനെ തന്നെ അവർ കൃഷിപ്പണി ആരംഭിച്ചു. അവിടെയുള്ള കന്യാസ്ത്രീകൾ, ഇവിടെയുള്ള സന്യാസിനിമാർ, അവിടെയുള്ള 1 ഏക്കർ 2 ഏക്കർ തോട്ടം ഉണ്ടെങ്കിൽ അതിനകത്ത് ചേന നടുക, അതിനകത്ത് കൂർക്ക നടുക, അതിനകത്ത് മാവിൽ വെള്ളം ഒഴിക്കുക, അത് ചെയ്യുക, തെങ്ങുണ്ടി, അങ്ങനെ അത് വിറ്റ് പൈസ ഉണ്ടാക്കുക. ഇപ്പം ഈ സന്യാസ ജീവിതവും ഭൗതിക ജീവിതവും തമ്മിൽ എന്താ പിന്നെ വ്യത്യാസം? ഇതിൻ്റെ ഈ മിക്ക സന്യസ്ത സമൂഹങ്ങളും അവർ സ്കൂളുകൾ നടത്തുന്നുണ്ട്, കോളേജുകൾ നടത്തുന്നുണ്ട്, മരുന്നുൽപാദനം, ആശുപത്രി, ഇതെല്ലാം തന്നെ സേവനത്തിൻ്റെ പേരിലാണ് നടത്തുന്നത്. എല്ലാം നടത്തുന്നത് പൈസ വാരിക്കോരി എടുക്കുന്നുണ്ട്. ഒരു നിരക്കപ്പരക്ക കോളേജ്, ഒരു കോളേജ് സ്ഥാപിച്ച് അടുത്ത സ്ഥലത്ത് കോളേജ്, ഈ കോളേജ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു 10 ഏക്കർ ഉണ്ടായിരിക്കും കോളേജ്. എന്നിട്ട് അതിൻ്റെ മൂലയ്ക്ക് കൊണ്ടൊരു ക്ഷേത്രം എടുത്ത് വയ്ക്കും, ഒരു മൂലയ്ക്ക്. അപ്പോൾ കോളേജിന് വേണ്ടിയിട്ടൊരു ക്ഷേത്രമാണോ ക്ഷേത്രത്തിന് വേണ്ടിയൊരു കോളേജാണെന്ന് അറിയില്ല. എല്ലാം തന്നെ ഒരു പരിപാടി, ആരെ പറ്റിക്കാരെന്ന് അറിയില്ല. എല്ലാം ഈശ്വരൻ്റെ സേവനം എന്നുള്ള പേരിലാണ്. പക്ഷെ അവിടെ സന്യസ്ത ആശ്രമങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? സന്യാസാശ്രമങ്ങൾ അബ്സല്യൂട്ട്ലി അവിടെ സന്യസ്ത ജീവിതമില്ല എന്നുള്ളതാണ്. സന്യാസികളുടെ ജീവിതമില്ല. അവിടെയുള്ള ആൾക്കാർ അതുകൊണ്ട് അറിയപ്പെടുന്ന മാനേജർ സ്വാമി, സ്വാമിമാരുടെ പേരാ മാനേജർ സ്വാമി, മാനേജിങ് ഡയറക്ടർ സ്വാമി, ഡയറക്ടർ സ്വാമി, ഈ സൂപ്രണ്ട് സ്വാമി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. കാരണം ഇവരൊക്കെ ആ രീതിയിലുള്ള അസ്വാമികളായി മാറി. കാരണം ഇവരൊക്കെയും മാസ്റ്റർമാർ എന്തിൻ്റെയാണ്? വലിയ വലിയ സ്ഥാപനങ്ങളുടെ മാസ്റ്റർമാരായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇവർ ചോദിക്കുന്ന ചോദ്യമാണ്, സാധാരണ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഈ കടുത്ത ഭൗതിക ജീവിതത്തിൽ എന്താ വ്യത്യാസം? അതിനാണോ അവരിവിടെ വന്നത്? ആ ഒരു കാര്യത്തിനാണോ അവിടെ വന്നത്? ബിസിനസ് ആശ്രമങ്ങളിൽ ഇവിടെ ഈ ബ്രഹ്മചാരികൾ, അവരെ സാധകന്മാർ, സത്യം പറഞ്ഞ അവർക്കും വെറും കൂലി തൊഴിലാളികളാണ്. അതായത് കൂലി ഇല്ലാത്ത തൊഴിലാളികൾ, കൂലി തൊഴിലാളികളല്ല, കൂലി ഇല്ലാത്ത തൊഴിലാളികൾ. അവരോട് മക്കളെ, നമ്മളൊക്കെയും ഈശ്വരന് വേണ്ടിയിട്ടല്ലേ മക്കളെ, അവിടെ നീ പോയിട്ട് 35 വർഷം ആധ്യാത്മിക ജീവിതത്തോടുള്ള താല്പര്യം തോന്നിയിട്ട് ആശ്രമത്തിൽ പോയി നിന്ന് ഒരാൾ 35 വർഷം വർത്ത കാർ ഡ്രൈവറായിട്ട് കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അയാൾ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ചെന്നപ്പോൾ ഏത് വീട്ടിലേക്ക് പോകാനാണ്? 35 വർഷമാണ് ശമ്പളം പോലും വാങ്ങിക്കാതെ വെറും ആഹാരം കഴിച്ചുകൊണ്ട് ഈശ്വരൻ്റെ സേവ എന്ന് പറഞ്ഞ് ഇവിടെ സന്യസ്തർക്ക് സേവ ചെയ്തത്. ഇതുപോലെ ബുക്ക് ബൈൻഡിങ് ജോലി, വലിയ വലിയ കാര്യങ്ങൾക്കായിട്ട് അവിടെ ചെന്നത് 10-25 വർഷം ബുക്ക് ബൈൻഡിങ്. ഈ രീതിയിൽ കമ്പനി നടത്തിപ്പിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് പന്നി വളർത്തൽ, അടുക്കള, പാചകം, അവിടെ ചെന്ന് കയറി. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സ്ത്രീയാണ്, സന്യാസിനിയായി, അവസരം എന്തായി? പാചകക്കാരി. എത്ര വർഷം? മരണം വരെ.
ഒരിടത്ത് പശു വളർത്തൽ. ഞാൻ ഒരു ആശ്രമത്തിൽ പോയപ്പോൾ കുറേ പശുക്കളുണ്ട്. പശുക്കളെ വളർത്തൽ അവിടുത്തെ ബ്രഹ്മചാരികളുടെ ഈ തൊഴിൽ പശുക്കളെ വളർത്തലാണ്. ആ ബ്രഹ്മചാരികളെ അവിടുത്തെ പ്രധാനപ്പെട്ട ആള് സ്വാമി എന്താ വിളിക്കാതെ, അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ, അതിനെ വിളിച്ച് കെട്ടറ തലയമൊന്ന് വെച്ച് തരുവട എന്നും പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കാണുന്നത്. എന്നിട്ട് കുറേ പാൽ ഉൽപ്പാദിപ്പിക്കുക, അത് നെയ്യും വെണ്ണയാക്കി മാറ്റുക, മോരാക്കി തൈരാക്കി മാറ്റുക, ഇതുകൊണ്ട് വിൽക്കുക. ഇതാണ് കാലത്ത് ഒരു വൈകുന്നേരം. പിറ്റേ ദിവസം ഇതന്നെ തുടരുന്നു. ഇങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ധ്യാനം, പഠനം, പാഠനം എല്ലാം. അത് എന്നാലും പറയാം, അത് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഉണ്ട്. ആരോ പറഞ്ഞ വലിയൊരു ചണച്ചാക്കിൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊരു കസവ് വെച്ച് പിടിപ്പിക്കുക, വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. ഈ അവസ്ഥയിലാണ് ഇവിടെ ആശ്രമം ഒരു വ്യാപാര കേന്ദ്രമായി എന്നുള്ളതാണ്. സന്യസ്തർ അവിടുത്തെ തൊഴിലാളികളാണ്, കൂലിയില്ലാത്ത തൊഴിലാളികളാണ്. വീട്ടിലേക്കോട്ട് തിരിച്ചു പോകാനും പറ്റില്ല. അവർ നീറിപ്പുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അഭയം തേടുക. അവിടെ മരണത്തിൽ അഭയം തേടുക, ആത്മഹത്യ. ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും, തല്ല് കിട്ടും. തല്ല് ചിലപ്പോൾ അവസാനത്തിലേക്ക് തല്ലായിരിക്കും, അത് കൊലപാതകമായിട്ട് മാറും. പിന്നെ എവിടെയാണ് കൊണ്ടിടുക ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ ലൂസി കളപ്പുരയ്ക്ക് അവർ ഇതുപോലെ തന്നെ അവർ ഭ്രാന്തിയാണ്, മറ്റൊന്നാണ്, മറിച്ചാണ്. അവർ കവിത എഴുതി എന്നുള്ള തെറ്റ്. അതായത് പരിപൂർണമായിട്ട് കണ്ണു കുത്തിപ്പൊട്ടിച്ച്, കാത് കുത്തിപ്പൊട്ടിച്ച്, അവരുടെ പഞ്ചേന്ദ്രിയങ്ങളും കുത്തിപ്പൊട്ടിച്ച് വെറും മറ്റേ സോംബി എന്ന് പറയുന്ന അവസ്ഥയിൽ വേണം കഴിഞ്ഞുകൂടാൻ. വിധേയന്മാരായിട്ട് മേധാവികളുടെ അവരുടെ വെള്ളക്കോരികളും വിറകുവെട്ടികളുമായിട്ടുള്ള കുറേ റോബോട്ടുകളായിട്ട് വേണം അവിടെ കഴിഞ്ഞുകൂടാൻ. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ്, അതിന് സമ്മതിക്കാഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ലൂസി കളപ്പുരയിൽ എന്ന് പറഞ്ഞ മഹതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവരിറങ്ങിപ്പോയിട്ട് അവർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. 1987 മുതൽ 2018 വരെ 15 പേരാണ് ഇങ്ങനെയുള്ള കിണറ്റിൽ അഭയം തേടിയതും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തതും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതും കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തതോ സ്വാഭാവിക മരണത്തിന് അടിപ്പെട്ടതോ ആയിട്ടുള്ള ഏതായാലും ഒരുപാട് വലിയ ദുരൂഹതകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുന്ന് മൺമറഞ്ഞു പോയ ആളുകൾ 15 പേരുടെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ 15 പേര് സ്വാഭാവിക മരണമല്ല കേട്ടോ. അഭയെ പോലുള്ള ആളുകൾ അപകടകരമായിട്ടുള്ള രീതികളിലൂടെ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളതാണ് ഇവർക്ക്. ഇത് രക്ഷപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട്. അതിൽ പ്രശസ്തരായിട്ടുള്ള ജസ്മി സിസ്റ്റർ, അവർ സെൻറ്റ് മേരീസ് കോളേജിൽ, തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അവർ 60,000 70,000 ശമ്പളം അന്ന് വാങ്ങിച്ചിരുന്നവരാണ്. അവർ 10 വയസ്സിലാണ്ട് അവർ പിടിച്ച് പുറത്താക്കി. കാരണം എന്താണ്, അവർക്ക് എഴുത്തും വായനയും കലകളും കാര്യങ്ങളും ഷോർട്ട് ഫിലിം അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. കാരണം അവരവരുടെ വഴിയിൽ ചിന്തിക്കരുത്, അവരുടെ വഴിയിലൂടെയുള്ള സുഹൃത്തുക്കളെ സമ്പാദിക്കാതെ ജസ്മിയെ പുറത്താക്കി, ലൂസി കളപ്പറിനെ പുറത്താക്കി. പിന്നെ പലരുണ്ട്, അവരുടെ പേരൊന്നും എനിക്കറിയില്ല. ഇതിൽ സത്യമെന്തോ ആകട്ടെ, ഈ പറയുന്ന ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവർ കൊലപാതകമാണെന്നോ മരണമാണെന്നോ സ്വാഭാവികമാണെന്നോ എന്തോ ആകട്ടെ, ആത്മഹത്യയാണോ എന്തോ ആകട്ടെ, സന്യാസ ആശ്രമങ്ങളിൽ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്. കേൾക്കുന്ന എല്ലാവരും സമ്മതിച്ചു തരും, എന്തോ സംതിങ് എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് സത്യമാണ്. ഹിന്ദു സന്യാസാശ്രമം ശിവഗിരിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ മേധാവിയായിരുന്ന ശാശ്വതികാനന്ദ സ്വാമികൾ, അദ്ദേഹം ഇതുപോലെ നല്ല നീന്തൽക്കാരനായിരുന്നു മനസ്സിലാക്കണം. അത് കേരളത്തിലെല്ലാവരും നല്ല നീന്തൽക്കാരല്ലേ. നമ്മളുടെ സ്വാമി രംഗനാഥാനന്ദ രാമകൃഷ്ണ മിഷൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഫ്രാൻസിൽ ചെന്നു. ഒരു കുളത്തിൻ്റെ പക്കത്ത് അവിടെ ചെന്ന് കുളം കണ്ടു, വലിയ ഇഷ്ടമായി. അങ്ങനെടുത്തായിരുന്നു ചാടിയുണ്ട പോലീസും പട്ടാളവും എല്ലാവരും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിയിട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അപ്പുറത്ത് പൊന്തി നോക്കിയപ്പോൾ എന്താ അങ്ങനെ വലിയ നീന്തൽക്കാരനാണ്. അദ്ദേഹം തൃക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അങ്ങനെ വീട്ടിൽ തൊട്ടു മുമ്പിലുള്ള പുഴയാണ്. ദിവസവും പുഴ നീന്തി കിടന്നിട്ട് എങ്ങനെ ഒരു കൈ കൊണ്ട് നീന്തി കിടക്കണം, ഒരു കയ്യിൽ പുസ്തകമാണ്, എന്നിട്ട് വേണം പുല്ലൂർ സ്കൂളിൽ പോകാൻ. അപ്പോൾ നല്ല നീന്തൽക്കാരനാണ് ശാശ്വതികാനന്ദ. അദ്ദേഹം ആലുവ പുഴയിൽ വെച്ച് മരിച്ചു. ഇന്നും അതിൻ്റെ കോലാഹലങ്ങൾ അവസാനിച്ചിട്ടില്ല. അത് ആത്മഹത്യയാണോ, അത് മരണമാണോ, അത് കൊലപാതകമാണോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അതും ഒരു ദുരൂഹതയിൽ പെട്ട് കിടക്കുകയാണ്. ഇതുപോലെ തന്നെ മാതാമൃതാനന്ദ മഠത്തിൽ അവിടെ നിന്നിരുന്ന വളരെ വർഷങ്ങളായിട്ട് അവിടെ നിന്നിരുന്ന ഒരു ഓസ്ട്രേലിയൻ സ്ത്രീ ഉണ്ട്. അവരുടെ പേര് ഗായത്രി ഗെയിൽ ട്രെഡ്വെൽ എന്നാണ് അവരുടെ പേര്. അത് നമ്മളുടെ ബ്രിട്ടാസൊക്കെയും അമേരിക്കയിൽ പോയിട്ടൊക്കെയും ഇൻ്റർവ്യൂ നടത്തിയ കേസൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെഴുതിയിട്ട് ഹോളി ഹെൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, വിശുദ്ധ നരകം എന്ന് പറഞ്ഞ ഗ്രന്ഥം. അതിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെ ഒന്നേ പറയാനുള്ളൂ, ആശ്രമങ്ങൾ ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല.
ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആശ്രമങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ, ആർക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ അവർക്കും കുറെ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് വേറൊന്നും ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ക്രിസ്ത്യൻ മതത്തിന് അവരുടെ സന്യാസിമാരും ഹിന്ദു മതത്തിന് അവരുടെ സന്യാസിമാരും കുറെ ചീത്തപ്പേരുണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആശ്രമങ്ങളും ആശ്രമത്തിൽ കഴിയുന്ന അവിടുത്തെ ആചാര്യന്മാരും ഒരു വലുതായിട്ടുള്ള രീതിയിലുള്ള ഇൻട്രോസ്പെക്ഷൻ അവർ തയ്യാറായാൽ മതിയാകും. ഒരു ആത്മപരിശോധന, ഒരു തിരിഞ്ഞു നോട്ടം അവർ നടത്തിയേ മതിയാകുള്ളൂ. ഇങ്ങനെയുള്ള സമസ്യകളുടെ ഒരു എപ്പി സെൻറ്റർ ആക്കി മാറ്റണോ ആ മഠങ്ങളും ആശ്രമങ്ങളും? സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഒന്ന് ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റാതെ ഒന്ന് തിരിച്ചു പോയിട്ട് പഴയ ആ സ്പിരിച്വൽ ആധ്യാത്മിക കേന്ദ്രങ്ങൾ ആക്കി മാറ്റണോ? ഇതാണ് അവർ സ്വയം ചിന്തിക്കേണ്ടത്. അവർ ഇൻട്രോസ്പെക്ഷൻ നടത്തി ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലൈഫ്, ഹൈ തിങ്കിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സന്യാസിമാരുടെ പ്രോഗ്രാം. ഇതൊക്കെയാണ് ആശ്രമത്തിൻ്റെ മുഖമുദ്രകൾ. ആ ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ ഇന്നത്തെ സന്യസ്തരുടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നുള്ളൂ. നമസ്കാരം.